നമ്മുടെ പുതിയ സ്വാഗതം. ഓക്കെ ഗൈസ്, എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമാണ് ഒരു പുതിയ ഷോറൂമും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി. അപ്പോൾ നമ്മൾ ഇന്ത്യയിലാകെ ഒരു ഷോറൂമേ ഉള്ളൂ. ആ ഷോറൂം സെയിലിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷോറൂം കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അയ്യോ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ആദ്യം പോയി ക്യാഷും കാര്യങ്ങളൊക്കെ പോയി എടുത്തിട്ട് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബാഗ് നിറച്ചും ക്യാഷ് ആക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോറൂമിന് വേണ്ടിയത് ഒരു 1,00,000 പറഞ്ഞത്. ഇപ്പം നമ്മൾ 2,00,000 എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് 1,00,000 വേഗം പോയി ഷോറൂം വാങ്ങാം. ഈ പൊട്ട വണ്ടി എനിക്ക് ഇന്ന് പോയി അവിടെ എത്തും തോന്നുന്നില്ല ഗൈസ്. ഈ വണ്ടിയൊക്കെ ഒന്ന് മാറ്റണം. ഇവിടെ നമുക്ക് ഒരു BMW അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി എടുക്കണം ഗൈസ്. നമുക്ക് അടുത്ത അപ്ഡേഷൻ വരുമ്പോൾ നോക്കാം. ഈ വണ്ടി മാറിയാൽ മതിയായിരുന്നു. നമുക്ക് എന്തായാലും ഷോറൂം പോവാം. ഷോറൂം ഇങ്ങോട്ടല്ലേ, ഇങ്ങനെ പോകാം. ഓക്കെ ഇങ്ങനെ പോവാം. പിന്നെ ഗൈസ്, ഈ വീഡിയോൻ്റെ ടാർഗറ്റ് ലൈക്ക് വരുന്നത് വെറും 2K ലൈക്കാണ്. എല്ലാവരും വേഗം പോയി ലൈക്കട്ട് അടിച്ച് പൊട്ടിച്ചോളി ഗൈസ്. ഓക്കെ, ഇവിടെ അല്ലേ ഷോറൂം? അതേ ഷോറൂം. ഈ ഒരു ഷോറൂമാണ് ഗൈസ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഈ ഷോറൂം എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓക്കെ, എൻ്റെ പൊന്നെ. ഇവിടെ ബ്ലോക്കായി ഗൈസ്. ഷിറ്റ്, ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ആ വണ്ടിയും കാലൊക്കെ അവിടെ കിടന്നോട്ടെ. നമുക്ക് ആദ്യം ഷോറൂം മൊത്തം ഒന്ന് ചുറ്റി കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ എന്തൊരു സാധനം? ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സെറ്റ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ട്. ബാക്കിൽ എന്താ അവസ്ഥ? ഇപ്പം നമ്മൾ കണ്ട് ബാക്ക് ഇരുന്നില്ലേ? ഇവിടെ ഒരു ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നോക്ക്, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓണറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. മുകളിൽ പോയേക്കാം. ഗൈസ്, മുകളിലും വണ്ടിയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി നേരെ ഇതിൻ്റെ ഓണറിനെ പോയി കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതിൻ്റെ ഓണറിനെ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്യാഷ് നിങ്ങൾക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ സാധനം വാങ്ങാം. സാധനമല്ല ഷോറൂം. ഓണർ പോവല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ നിൽക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിതാ ഒരു ഷോറൂം കാലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാഷും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളെ പണി കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫെറാറിക്കാരനെ ഇവിടെ നിർത്തണം. നിൽക്കണം അവിടെ. എവിടേക്കാണ് നീ പോണത്? ഓക്കെ, നമുക്ക് എന്തായാലും ഫെറാറി ഇങ്ങോട്ട് അടിച്ചു മാറ്റിയേക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഫൻഡറും കാലൊക്കെ അവിടെ കുടുങ്ങി പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. ഒരു പൊട്ട വണ്ടിയാണ് ഗൈസ് ആ വണ്ടി. ഇനി നമുക്ക് അടുത്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകണം. ആദ്യം വീട്ടിൽ പോയിട്ട് ഇച്ചിരി കൂടി ക്യാഷ് ഇവിടെ നിർത്തിക്കൊണ്ടിരണം. എന്നിട്ട് നമുക്ക് ആ ഷോറൂമൊക്കെയുള്ള വണ്ടിയും കാലൊക്കെ എടുക്കണം. ഇവിടേക്കല്ലേ വീട്? ഇങ്ങനെയാണ് ഗൈസ്. ആ ഷോറൂമൊക്കെയുള്ള വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് കാലൊക്കെ എടുക്കണം. അപ്പം നമുക്ക് ഇനി എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വണ്ടിൻ്റെ അവസ്ഥ നോക്കി വീട്ടിലെത്തി പോനു. ഡോറ് പോയി, ബമ്പർ പോയി. പ്രശ്നമില്ല, ബമ്പർ പോയത് എന്തായാലും നന്നായി. നമ്പർ പ്ലേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് നമ്മളെ ചേസ് ചെയ്യാൻ കഴിയില്ല ഗൈസ്. മുകളിലത്തെ ചില്ലും പൊട്ടിയിട്ടുണ്ട്, സൺ പ്രൂഫ്. നമുക്ക് എന്തായാലും വേഗം പോയി ക്യാഷ് കാലൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ക്യാഷ് കാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഇനി വേണ്ട. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് ഇനി നേരെ സ്ഥലം കാലിയാക്കാം. ഇയാൾ എന്താ കഴിക്കുന്നത്? വണ്ടിക്ക് ഡോറും ഇല്ല, അങ്ങോട്ട് ഡോറിൽ കയറണ മാതിരിക്കും അഭിനയിക്കും ചെയ്യാം. വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. പക്ഷെ സ്പീഡിനൊരു കുറവുമില്ല ഗൈസ് ഈ വണ്ടിക്ക്. അത്രക്കും ക്വാളിറ്റിയാണേ. നമുക്ക് ആ ലംബോർഗിനിക്കാരനെ പഠിക്കണം ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പണിയുണ്ട്. നിൽക്കടാ അവിടെ. ഓക്കെ അവനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടി എന്തായാലും ഇവിടെ നിർത്തിയിടാം. ഇങ്ങോട്ട് ഈ ലംബോർഗിനിക്കാരനെ ഇതിൽ നിന്ന് എടുക്കാം. ഇറങ്ങി. ഈ വണ്ടി നമുക്ക് എന്തായാലും ഇവിടെ സേഫായിട്ട് നമ്മളെ അവിടെ കൊണ്ട് ഇടണം ഷോറൂമിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലംബോർഗിനി ഷോറൂമാണ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഗൈസ് കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ലംബോർഗിനി എടുത്തിട്ടുണ്ട്. ഇത് അധികം ആൾക്കാർ വാങ്ങുമെന്നൊന്നും അറിയില്ല ഗൈസ്. കാരണം ഇവിടെ എപ്പോഴും കാണുന്ന ഒരു ലംബോർഗിനിയാണ്. നമുക്ക് എന്തായാലും ഇനി കുറേ ലംബോർഗിനി വാങ്ങണ്ടേ. ഇപ്പോഴത്തെ ഇറങ്ങിയൊരു ലോഞ്ചായ ഒരു ലംബോർഗിനി ഉണ്ട്. അത് ഇതുവരെ ഏറ്റവും ഒറ്റ ഷോറൂമിൽ ഇറങ്ങിയിട്ടില്ല. ലോഞ്ചായി ഒരു പീസറ്റ് വേറെ എവിടെയോ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ രാജ്യത്ത് നിന്ന് നമുക്ക്
ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം ആ വണ്ടി. ഓക്കെ, ആ വണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലോഞ്ച് ആവുമെന്നാണ് പറഞ്ഞത്. ഈ വണ്ടി എന്തായാലും നമുക്ക് അവിടെ സേഫായി കൊണ്ടുപോയിടണം. ഓ ഷിറ്റ്, പക്ഷെ വണ്ടിക്ക് എന്തോ വളയാനൊക്കെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമില്ല, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഒരിടത്ത് ബാർഗെയിൻ ചെയ്തിട്ട് വലിയ വലിയ പൈസ ആക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കാറിൽ പോലും നടക്കൂലല്ലോ. ഓക്കെ ഓക്കെ, ഈ വണ്ടി ഇവിടെ സേഫായി കിടന്നോട്ടെ. നമുക്ക് ഇതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ നമ്പർ പ്ലേറ്റ് വെക്കണം. ഓക്കെ, പോട്ടെ പോട്ടെ. ഓക്കെ, ഓ ഏതാ കഴിച്ച ബ്രേക്ക്. നമുക്ക് എന്തായാലും ഇനി നേരെ എവിടെയെങ്കിലും പോയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഒരു യമഹേൻ്റെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേ. ഓ ഇത് ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. സെറ്റ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇനി നമുക്ക് എന്തായാലും ഇനി നേരെ ഷോറൂമിക്ക് കാര്യങ്ങളൊക്കെ പോകണം. ഷോറൂമിക്കല്ല, സോറി, നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് വിളിച്ച് പറയണം. അയാൾ വണ്ടി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പം തന്നെ വിളിച്ചറിയാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ എത്തി എന്നാണ് പറഞ്ഞത്. അത്രക്കും ഫാസ്റ്റാണ് ഗൈസ്. നമുക്ക് എന്തായാലും നേരെ എയർപോർട്ടിൽ പോകണം. എയർപോർട്ടിലെ വണ്ടി എത്തിയണത് കാർഗോ പ്ലെയിനുമായി കൊണ്ടുവരുന്നതാണ്. കാരണം അത് വേറെ രാജ്യത്തു നിന്നല്ല കൊണ്ടുവരണേ. ഓക്കെ, ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുവരെ പോവാനുള്ള പെട്രോൾ ഈ വണ്ടിയിലില്ല. ഓക്കെ ഓക്കെ, നല്ല പറക്കുണ്ട് കേട്ടോ ഈ വണ്ടി. ഇവിടെ ഓടോ ആണ് ആൾ നിൽക്കാന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇയാളിത് ഇവിടെ അതല്ല. നമുക്കെന്തായാലും ഇയാളുടെ ചോദിക്കാതെ വണ്ടി എടുക്കാം. ഇയാളെ ഫോൺ വിളിച്ച് ചോദിക്കാതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഈ പൈസയും കാര്യങ്ങളൊക്കെ പേടിഎം തുറക്കാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും പൈസയും കാര്യങ്ങളൊക്കെ പേടിഎം തുറത്തിട്ടുണ്ട്. ഈ പൈസ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ ഇങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് ഈ ഒരു പ്ലെയിൻ്റെ അടുത്തായിട്ടാണെന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി വണ്ടീൻ്റെ കാലം എടുത്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട് ഗൈസ്. എത്ര വണ്ടിയുണ്ട്? 1 2 3 4 5 വണ്ടികളുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി മാറ്റിയിട്ടുണ്ട്, ബൈക്ക്. മറ്റേ ബൈക്കിൻ്റെ പെട്രോൾ ഇരുന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി കാലൊക്കെ ഇവിടെ തന്നെ കിടന്നോട്ടെ. നമുക്ക് എന്തായാലും ടോ ട്രക്കും കാലൊക്കെ വിളിച്ചിട്ട് അവിടേക്ക് ഷിഫ്റ്റ് ആക്കുക. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഷോറൂമിലേക്ക് പോവാം ഗൈസ്. ഷോറൂമിലെത്തേൻ്റെ ശേഷം ബാക്കി പരിപാടികളൊക്കെ. ഓക്കെ ഓക്കെ, നേരെ ഇനി ഷോറൂമിൽ ഒറ്റ പറപ്പിക്കലാണ് ഗൈസ്. ഓക്കെ, ഷോറൂമിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ വണ്ടിയാലും വന്നിട്ടില്ലല്ലോ ഗൈസ്. എന്ത് ചെയ്യും? കുറച്ച് നേരം കാത്തു നോക്കാം നമുക്ക്. ഈ വണ്ടി എന്തായാലും നമുക്ക് ഉള്ളിൽ കയറ്റിടാം. കാശ് നേരത്തെ ലംബോർഗിനി കൊണ്ടുവന്ന് കിട്ടിയില്ലേ? അതോടെ ശരി ഗൈസ്, അതാരോ കൊണ്ടുപോയിട്ടുണ്ട്. അത് പോവാണെങ്കിൽ പോട്ടെ. ഇവിടെ ഇന്ത്യയിൽ എപ്പോഴും കാണുന്ന വണ്ടിയാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മൾ ലംബോർഗിനി CM വരുന്ന വരെ കാത്തിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് എല്ലാ വണ്ടികളും ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ബ്ലാക്ക് വന്നിട്ടുണ്ട്, റെഡ് വന്നിട്ടുണ്ട്, യെല്ലോയും വന്നിട്ടുണ്ട്, വയലറ്റും വന്നിട്ടുണ്ട്, ബ്ലൂവും വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ വണ്ടിയും ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിനൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും കസ്റ്റമേഴ്സ് വരുന്ന വരെ കാത്തിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ വണ്ടികളും വിറ്റ് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. നമ്മൾ ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് വരുന്നത് എത്ര വെച്ച് കഴിഞ്ഞാൽ 2 crores ആണ് ഗൈസ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ യെസ് എന്ന് പറഞ്ഞോളൂ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോവാം. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.